വക്കത്ത് ഒരു വീട്ടിലെ 4 പേര് ആത്മഹത്യ ചെയ്തു. കുടുംബനാഥനും ഭാര്യയും പ്രായപൂർത്തിയായ 2 ആൺകുട്ടികളുമാണ് ആത്മഹത്യ ചെയ്തത്. കടബാധ്യതയാണ് ആത്മഹത്യക്ക് കാരണം എന്നാണ് ഇപ്പം വെളിവാകുന്നത്. കടക്കാവൂർ പോലീസ് സംഭവസ്ഥലത്ത് വന്ന് അവരെ നടപടികൾ സ്വീകരിച്ചു. ഇന്ന് രാവിലെ 9 മണിയായിട്ടും വീട്ടിലുള്ളവരെ കാണാതെ വന്നപ്പോൾ അയൽവക്കംകാര് സംശയമായി. അവർ വന്ന് നോക്കിയപ്പോഴാണ് ആ വീടിൻ്റെ ഹാളിൽ തന്നെ 4 പേരും തൂങ്ങി നിൽക്കുന്നതായിട്ടാണ്. ഗൃഹനാഥനായ ആള് വക്കം ഫാർമേഴ്സ് സഹകരണ ബാങ്കിലെ ജീവനക്കാരനാണ്. അനിൽകുമാർ ആണ്. അദ്ദേഹത്തിന് 52-53 വയസ്സുണ്ട്. അദ്ദേഹത്തിന് ധാരാളം കടമുണ്ടായിരുന്നെന്നാണ് വരുന്നത്. ലോണൊക്കെ എടുത്ത് അത് അടയ്ക്കാൻ പറ്റാതെ അദ്ദേഹം സാമ്പത്തിക ബാധ്യത മൂലം വിഷമിക്കുകയാണ്. അദ്ദേഹം CPMന്റെ ലോക്കൽ കമ്മിറ്റി അംഗമാണ്. അത് തന്നെയല്ല, ആ സഹകരണ ബാങ്കിലെ ജീവനക്കാരനായ അവിടുത്തെ അക്കൗണ്ടന്റായി ജോലി ചെയ്യുന്ന ഇദ്ദേഹം അനിൽകുമാറിന് 2 ആൺകുട്ടികളാണുള്ളത്. ഒരാൾക്ക് 25 വയസ്സുണ്ട്, ഒരാൾക്ക് 20 വയസ്സുണ്ട്. അവർക്ക് ജോലിയൊന്നും ഇല്ല എന്നാണ് മനസ്സിലാകുന്നത്. വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടിനാണ് ആ കുടുംബം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അക്കൗണ്ടന്റായ അദ്ദേഹത്തിൻ്റെ ആ ലിമിറ്റഡ് ആയിട്ടുള്ള വരുമാനത്തിലാണ് ആ കുടുംബം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അത് തന്നെയല്ല, ഇതിൻ്റെ ഒരു പ്രത്യേകത, 4 പേരും ഒരേ ചിന്താഗതിക്കാരാണ്. ഒന്നിച്ച് ആത്മഹത്യ ചെയ്തിരിക്കുന്നു. അത് അവരുടെ വീടിൻ്റെ ഹാളിലാണ്. ആ അച്ഛനും അല്ലെങ്കിൽ മാതാപിതാക്കളും ആ കുട്ടികളും ഒരുപോലെ സ്നേഹിക്കുന്നു പരസ്പരം. അതാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കാരണം. സാമ്പത്തികമായി മാനസികമായി തകർന്ന അപ്പനെ കാണുമ്പോൾ ആ 2 ആൺകുട്ടികളും അമ്മയും, അല്ല കുട്ടികളുടെ അമ്മയും അവരുടെ ഭാര്യയും അദ്ദേഹത്തിനോട് ചേർന്ന് നിൽക്കുകയും ചേർത്ത് പിടിച്ച് നിർത്തുകയാണ് കാണുന്നത്. ആ ദുഃഖം എല്ലാവരും ഒന്നിച്ചാണ് അനുഭവിക്കുന്നത്. അവരുടെ കടം അവർക്ക് 4 പേർക്കുള്ള കടമായിട്ടാണ് കാണുന്നത്. ഈ ഒരു ആത്മഹത്യയുടെ പ്രത്യേകത, 4 പേരും ആത്മഹത്യ ചെയ്ത് തൂങ്ങി മരിച്ചിരിക്കുന്നത് ഒരു ഹാളിലാണ്. അത് വലിയ അസംഭാവ്യതയാണ്. എങ്ങനെയാണ് 4 പേരും തൂങ്ങി നിൽക്കുന്നത്? ഒരേ സമയം എടുത്ത തീരുമാനമാവും. 4 പേരും ഒരേ സമയത്ത് തൂങ്ങിയിട്ടുണ്ടാവും. അല്ലാതെ ഒരാൾ ആദ്യം തൂങ്ങി, അടുത്ത ആൾ രണ്ടാമത് തൂങ്ങി, പിന്നത്തെ 3ാമത്തെ ആൾ തൂങ്ങി, 4ാമത്തെ ആൾ തൂങ്ങുമ്പോൾ തീർച്ചയായിട്ടും ഒരു വേവറിങ്, ചിലപ്പോൾ അതിൽ നിന്ന് പിന്മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷെ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് 4 പേരും ഹാളിലെ തൂങ്ങി നിൽക്കുകയാണ്. വ്യത്യസ്തമായി ഓരോരുത്തർ അവരവരുടെ മുറിയിലോ അല്ലെങ്കിൽ ഓരോ സ്ഥലത്ത് പോയി ഒരാൾ തൂങ്ങുന്ന മറ്റൊരാൾ കാണാനുള്ള സാധ്യത കുറവാണ്. അങ്ങനെയാണ് സാധാരണ കണ്ടിരിക്കുന്നത്. ഇവിടെ അങ്ങനല്ല. പൊതുവായ ഹാളിലാണ് 4 പേരും തൂങ്ങിയിരിക്കുന്നത്. അത് അങ്ങനെ തൂങ്ങിയ ഒരു സംഭവം നമ്മുടെ ആരുടെയും ഓർമ്മയിലില്ല, കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. ഒരു വീട്ടിലുള്ളവരെല്ലാം തൂങ്ങിയിട്ടുണ്ടാവും. ഒരാൾ ബെഡ്റൂമിലായിരിക്കും, ഒരാൾ അടുക്കളയിലായിരിക്കും, ഒരേ 2ാം നിലയിലായിരിക്കും. അങ്ങനെയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ. ഒരേ ഹാളിലെ ഒരേ മനസ്സോടുകൂടി അപ്പനും അമ്മയും പ്രായപൂർത്തിയായ 20-25 വയസ്സുള്ള ആൺകുട്ടികളും ഒന്നിച്ച് തൂങ്ങി നിൽക്കുന്ന കാണുന്നത് നമുക്ക് വളരെ സങ്കടകരമാണ്. ആ കുടുംബത്തിലെ അവർ തമ്മിലുള്ള അഫെക്ഷൻ എത്രമാത്രം ഉണ്ട്, ആ ബോണ്ടേജ് എത്രമാത്രം ഉണ്ടെന്ന് ഇതിൽ നമുക്ക് മനസ്സിലാവും. അപ്പനെയും അമ്മയെ സ്നേഹിക്കുന്ന 2 ആൺകുട്ടികൾ അപ്പനും അമ്മയും എടുത്ത തീരുമാനത്തിനോട് ചേർന്ന് നിൽക്കുകയാണ് ആ കുട്ടികൾ. അപ്പനും അമ്മയും ആത്മഹത്യ ചെയ്ത് ഞങ്ങളും ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടാവും. 4 പേരും ഒന്നിച്ച് ആത്മഹത്യ ചെയ്തെന്നുള്ളതാണ്. അത് കുരുക്കിട്ടത് 4 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കണ്ടിട്ടാണോ? അതൊക്കെ നമ്മൾ ആലോചിക്കുമ്പോൾ മാനസികമായ വലിയ സംഘർഷം നമുക്കും ഉണ്ടാകുന്നുണ്ട്. അതൊക്കെ സാധിക്കുമോ എന്നാണ്. ഒരു കുടുംബത്തിലെ സ്നേഹിച്ചു കഴിയുന്ന അപ്പനും അമ്മയും, അത് തന്നെയല്ല ആ പയ്യന്മാർ 2 പേർ, ഒരാൾക്ക് 25 വയസ്സ്, ഒരാൾക്ക് 22 വയസ്സുണ്ട്. എങ്ങനെ ഇത് സാധിക്കുമെന്ന് നമുക്ക് ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല. ഏതായാലും അതിദാരുണമായ ഒരു സംഭവം തന്നെയാണ്. ആ കുടുംബാംഗങ്ങൾ എല്ലാവരും ഒന്നിച്ചൊരു തീരുമാനമെടുത്തു, അത് നടപ്പാക്കി എന്നാണ് ഇതിൽ നമ്മൾ മനസ്സിലാകുന്നത്. സാമ്പത്തിക പരാധീനം മൂലം ധാരാളം ആൾക്കാർ ഇതുപോലെ നമ്മൾ ആത്മഹത്യ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ചിലർ കുടുംബനാഥൻ തന്നെ പോയി ആത്മഹത്യ ചെയ്യും. പക്ഷേ 4 പേരും ഒന്നിച്ച് കൂട്ടാത്മഹത്യ, വീട് കത്തിച്ച് ആത്മഹത്യ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ പരസ്പരം കാണത്തക്ക രീതിയിൽ ആ കുരുക്ക് കഴുത്തിൽ ഇടുക എന്ന് പറഞ്ഞാൽ അസാമാന്യമായ ധൈര്യം അവർക്കുണ്ട്. അവരുടെ ആ സ്നേഹബന്ധത്തിൻ്റെ ബോണ്ടേജ് എത്രമാത്രം ഉണ്ടെന്നാണ് ഇത് മനസ്സിലാകുന്നത്. എന്തായാലും വളരെ സങ്കടകരമായ വാർത്ത തന്നെ
സാമ്പത്തിക പരാധീന പോലെ ഇതുപോലെ വിഷമിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. ആത്മഹത്യ ഒന്നിനും ഒരു പോംവഴിയല്ല. അത് പിടിച്ചു നിൽക്കുക, അത് കരകയറാൻ ശ്രമിക്കുക. അതുപോലെ കടം വന്നു കഴിഞ്ഞാൽ ജപ്തി ചെയ്യട്ടെ, നമ്മൾ വാടക വീട്ടിലോട്ട് മാറാം, ആ വീടും പറമ്പും പോട്ടെ, അങ്ങനെയല്ലേ ചിന്തിക്കേണ്ടത്. നമ്മൾ അതിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി അവിടെ ആത്മഹത്യ ചെയ്ത് നമ്മുടെ ജീവിതം അവസാനിക്കുന്നു, നമ്മുടെ ഭാര്യയുടെ അവസാനിപ്പിക്കാൻ നമ്മൾ പൊതുവായ തീരുമാനം എടുക്കുന്നു. കുട്ടികളെ രണ്ടുപേരും, അത് കൊച്ചുകുട്ടികളല്ല, അത് 22, 20, 25 വയസ്സുള്ളവരായ. അപ്പൊ അങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ നമ്മളെ പോലെയുള്ള ആൾക്കാർക്ക് അതൊരു ഞടുക്കം തന്നെയാണ്. പക്ഷെ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ആ കുടുംബ ബന്ധം എത്ര ഇടചേർന്ന് നിൽക്കുന്നതാണ്, അല്ലെങ്കിൽ എത്ര വിളക്കി ചേർത്തതാണ്. അങ്ങനെയുള്ള കുടുംബങ്ങൾ വളരെ ചുരുക്കമായിട്ടാണ് ഇന്നത്തെ കാലത്ത് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ഇതുപോലെയുള്ള കുടുംബങ്ങൾ തീർച്ചയായിട്ടും ഇതേ ഒത്തൊരുമ അവരെ ഈ സാമ്പത്തിക ബാധ്യതയിൽ നിന്ന് കരകയറാനും അവർ ശ്രമിച്ചാൽ അതിൽ നിന്ന് വിജയം ഉണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്.